Radio Lime News Update. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ഫാർമസി ഗ്രൂപ്പായ ബൂട്ട്സ് ഉപഭോക്താക്കളോട് 500 മില്ലിഗ്രാം പാരാസിറ്റമോൾ ഗുളികകൾ തിരികെ നൽകുവാൻ ആവശ്യപ്പെട്ടു. ലേബലിംഗിൽ ഉണ്ടായ പിഴവാണ് നടപടിക്ക് കാരണം. വേദനസംഹാരിയായ ആസ്പിരിൻ എന്ന തെറ്റായ പ്രസ്താവന പാക്കറ്റിൽ രേഖപ്പെടുത്തിയതാണ് നടപടിയിലേക്ക് നയിച്ചത്. ഏകദേശം 11 ലക്ഷത്തോളം പാക്കറ്റുകളെ ഈ നടപടി ബാധിക്കുമെന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത്തരം മരുന്നുകൾ കൈവശം വെക്കുന്നവർ തിരിച്ചു നൽകുമ്പോൾ ബില്ലില്ലെങ്കിൽ പോലും ഉപഭോക്താക്കൾക്ക് മുഴുവൻ തുകയും തിരിച്ചു നൽകുമെന്ന് കമ്പനി അറിയിച്ചു. പിഴവ് വരുവാനുള്ള കാരണങ്ങളെക്കുറിച്ച് നിർമ്മാതാക്കളും വിതരണക്കാരായ അസ്പാർ ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗുളികകളുടെ പുറംകാട് ബോർഡ് പാക്കേജിൽ പാരാസിറ്റമോൾ 500 മില്ലിഗ്രാം ഗുളികകൾ എന്നും അകത്ത് ആസ്പിരിൻ 300 മില്ലിഗ്രാം എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഗുളികകൾ മേടിച്ചിരിക്കുന്നവർ അത് ഉപയോഗിക്കുവാനോ സൂക്ഷിക്കുവാനോ പാടില്ലെന്നും അത് തെറ്റായ ഡോസിലേക്ക് നയിച്ചേക്കുമെന്നാണ് പറയുന്നത്. ഈ ഉത്പന്നങ്ങൾ മറ്റാർക്കെങ്കിലുമായി മേടിച്ചവർ എത്രയും പെട്ടെന്ന് അവരോട് വിവരങ്ങൾ അറിയിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഖാലിസ്ഥാൻ അനുകൂലികളുടെ UK കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിൽ ഇന്ത്യ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. വിദേശകാര്യമന്ത്രി S ജയശങ്കർ UK ആഭ്യന്തര സെക്രട്ടറി യുവെറ്റ് കൂപ്പറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വിഷയം ചർച്ചയായത്. ഇതോടൊപ്പം മനുഷ്യക്കടത്തും മറ്റു തീവ്രവാദ അനുബന്ധ വിഷയങ്ങളും ഇരു നേതാക്കളുടെയും ചർച്ചയിൽ ഉയർന്നു വന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുറ്റവാളികളെ പരസ്പരം കൈമാറുന്നത്, തീവ്രവാദം എന്നിവ കൈകാര്യം ചെയ്യുന്നതിനുള്ള സംയുക്ത നീക്കങ്ങൾ ചർച്ച ചെയ്തതായി യോഗത്തിന് ശേഷം ജയശങ്കർ പങ്കുവച്ചു. സിഖ് ഫോർ ജസ്റ്റിസ് പോലുള്ള നിരോധിത സംഘടനകൾ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തടയണമെന്ന് ഇന്ത്യ UKയോട് ആവർത്തിച്ച് ഉന്നയിച്ചിരുന്നു. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറിന്റെയും പുരോഗതിയും ചർച്ച ചെയ്ത് കഴിഞ്ഞ വർഷം G20 ഉച്ചകോടിക്കിടെ റിയോയിൽ പ്രധാനമന്ത്രി മോദിയും കെയർ സ്റ്റാമറും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യയും UKയും വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ കഴിഞ്ഞ ആഴ്ച പുനരാരംഭിച്ചിരുന്നു. ഇതിനിടെ ഇന്ത്യയും UK തമ്മിലുള്ള പരസ്പര സഹകരണം കൂട്ടാനായി മാഞ്ചസ്റ്ററിലും ബെൽഫാസ്റ്റിലും പുതിയ കോൺസുലേറ്റുകൾ ഈ ആഴ്ച ആരംഭിക്കും. അടുത്ത കാലം വരെ വിദേശ വിദ്യാർത്ഥികളുടെ പ്രധാന ഹബ്ബായിരുന്നു ബ്രിട്ടൻ. എന്നാൽ കടുത്ത വിസ നിയന്ത്രണ നടപടികളും പോസ്റ്റ് സ്റ്റഡി നയങ്ങളും മൂലം വിവിധ രാജ്യങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ബ്രിട്ടനെ കൈയൊഴിയുകയാണ്. ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ പറയുന്നതാണ്. 2023 6,24,000 പേർ സ്റ്റുഡന്റ് വിസയിൽ ബ്രിട്ടനിലെത്തിയപ്പോൾ 2024 അത് 31% കുറഞ്ഞ് 4,15,103 എന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു. നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുന്നതിനുള്ള നടപടികൾ UKയിൽ നിന്നും വിദേശ വിദ്യാർത്ഥികളെ അകറ്റിയതായി 141 സ്ഥാപനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയായ യൂണിവേഴ്സിറ്റീസ് UK പറയുന്നു. വിദേശ വിദ്യാർത്ഥികളെ എപ്പോഴും സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ നിലവിലുള്ള തലത്തിലേക്ക് നെറ്റ് മൈഗ്രേഷൻ ഉയരുന്നത് അനുവദിക്കാനാവില്ല എന്നുമാണ് സർക്കാർ പറയുന്നത്. യൂണിവേഴ്സിറ്റികൾ സ്ഥിതി ചെയ്യുന്ന നഗരങ്ങളുടെ പ്രാദേശിക സമ്പദ്ഘടനയിൽ നിർണായക പങ്കായിരുന്നു വിദേശ വിദ്യാർത്ഥികൾ വഹിച്ചിരുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. ഗുണ്ടൽപേട്ടിലെ ബന്ദിപ്പൂർ വനത്തിൽ 3-അംഗ കുടുംബത്തെ കാണാതായി. 2-ന് വനമേഖലയ്ക്ക് സമീപത്തെ റിസോർട്ടിൽ മുറിയെടുത്ത ബംഗളൂരു സ്വദേശി നിശാന്ത്, ഭാര്യ ചന്ദന, ഇവരുടെ 10 വയസ്സുള്ള മകൻ എന്നിവരെയാണ് തിങ്കളാഴ്ച കാണാതായത്. റിസോർട്ടിൽ നിന്നും കാറിൽ വനത്തിനുള്ളിലെ മംഗള റോഡ് ഭാഗത്തേക്ക് പോയ ഇവരുടെ കാർ മാത്രം കണ്ടെത്തുകയായിരുന്നു. ബാഗുകളും മറ്റു റിസോർട്ടിൽ തന്നെയുണ്ട്. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചാണ് നിശാന്ത് ഇവിടെ മുറിയെടുത്തതെന്നാണ് തെളിവെടുപ്പ് നടത്തിയ ചാമരാജനഗർ SP BT കവിത പറഞ്ഞത്. പ്രശസ്ത പിന്നണി ഗായിക കൽപ്പന രാഘവേന്ദർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. നിസാംപേട്ടിലെ വസതിയിൽ വെച്ച് ഉറക്കഗുളിക കഴിച്ചാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചതെന്നാണ് വിവരം. 2 ദിവസമായിട്ടും വീടിന്റെ വാതിൽ അടഞ്ഞുകിടക്കുന്നത് കണ്ട സെക്യൂരിറ്റി ജീവനക്കാരനാണ് മറ്റുള്ളവരെ വിവരം അറിയിച്ചത്. ഇതിന് പിന്നാലെ പോലീസ് എത്തി വീട് തുറന്നു നോക്കിയപ്പോഴാണ് കൽപ്പനയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. സംഭവ സമയത്ത് കൽപ്പനയുടെ ഭർത്താവ് ചെന്നൈയിലായിരുന്നു. വാളയാർ പീഡന കേസിൽ പെൺകുട്ടികളുടെ അമ്മയെയും രണ്ടാനച്ഛനെയും 3 കേസുകളിൽ കൂടി പ്രതിയാക്കി CBI. അമ്മയെയും രണ്ടാനച്ഛനെയും പ്രതി ചേർത്തു. CBI നേരത്തെ കോടതിയിൽ 6 കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിരുന്നു. ഇത് കോടതി അംഗീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അമ്മയെയും രണ്ടാനച്ഛനും കൂടുതൽ കേസുകളിൽ പ്രതികളാവുന്നത്. കുട്ടികളുടെ മരണത്തിൽ അമ്മയ്ക്കും രണ്ടാനച്ഛനും പങ്കുണ്ടെന്നതിന്റെ ശക്തമായ തെളിവുകൾ CBIക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അഭിഭാഷകൻ PS മാത്യു കോടതിയിൽ പറഞ്ഞു. സാക്ഷിമൊഴികളും രേഖകളുടെ ശാസ്ത്രീയ തെളിവുകളും ഇരുവർക്കുമെതിരാണ്. പ്രതികൾക്ക് സമൻസ് അയക്കുന്നത് സംബന്ധിച്ചുള്ള ആവശ്യം 25-ാം തീയതി കോടതിയിൽ പരിഗണിക്കും. ഇനി കായിക വാർത്തകൾ. ISL പ്ലേ ഓഫിന് മുൻപ് ജയത്തോടെ ആത്മവിശ്വാസമുയർത്തി FC ഗോവ. പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരായ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ 2-0 രണ്ടാം സ്ഥാനക്കാരായ ഗോവ വീഴ്ത്തിയത്. 40-ാം മിനിറ്റിൽ ഐക്കർ ഗുറോട്ടസിനെയും 86-ാം മിനിറ്റിൽ പദം ഛേത്രിയും ഗോവൻ ക്ലബിനായി വലകുലുക്കി. ISL പോയിന്റ് പട്ടികയിൽ നേരത്തെ 2ാം സ്ഥാനം ഉറപ്പിച്ച FC ഗോവയ്ക്ക് 23 മത്സരങ്ങളിൽ നിന്ന് 48 പോയിന്റുണ്ട്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 111.73 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.